ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളുമാണ്, അതേപോലെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്, നല്ല സ്വീറ്റ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദാ മാവും 1 കപ്പ് പാലും 1 കപ്പ് ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1 കപ്പ് പാലും 1 കപ്പ് ഷുഗറും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തുകൊണ്ട് വരാം. പാലും പഞ്ചസാരയും നന്നായിട്ട് തിളപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചൂട് തണുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ 3 മുട്ട ഇവിടെ എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം കുറേശ്ശെയായിട്ട് നമ്മുടെ മൈദാമാവ് ഇട്ട് കൊടുത്ത് കലക്കിയെടുക്കാൻ. കട്ട പിടിക്കാൻ പാടില്ല, പതുക്കെ വേണം അത് കലക്കിയെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ആക്കിയെടുക്കാൻ. ഒരുപാട് ലൂസാകാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് കട്ടിയാക്കാനും പാടില്ല. ഇനി എണ്ണ ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്നത് പോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നടുക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് മാവുണ്ടെങ്കിൽ അത് വെളിയിൽ ചാടി വരും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും, അതിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഒരു വശം വന്നതിന് ശേഷം മറുവശവും തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മലാപ്പൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. സ്വീറ്റ്സ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടിപൊളി ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്